കോസ് ആൻഡ് എഫക്റ്റ്, കാരണവും അനന്തരഫലവും എന്ന ഒരു പ്രയോഗം തൊഴിൽ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളിലെ ഒരു പ്രധാന പഠന സഹായിയും രൂപരേഖയുമാണ്. കോസ് ആൻഡ് എഫക്റ്റ് മെട്രിക്സ് നോക്കിയാണ് വിവര സാങ്കേതിക വിദ്യകളിൽ വിലയിരുത്തലുകൾ പലരും നടത്തുന്നത്. ഒരു സംഭവം അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തമുണ്ടാകുന്നതാണ് ഇഫക്റ്റ്, അനന്തരഫലമെന്നത്. കോസ് ആൻഡ് എഫക്റ്റ്, കാരണവും അനന്തരഫലവും എന്ന ആശയം പല മതങ്ങളും തത്വചിന്തകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ബൈബിളിലെ പല ആശയങ്ങളുമായി ഇത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവചനം പറയുന്നത്, ഗലാത്യർക്കെഴുതിയ ലേഖനം 6-7 മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. കോസ് ആൻഡ് ഇഫക്റ്റ്. മനുഷ്യൻ എന്താണോ വിതയ്ക്കുന്നത് അത് കാരണം അതിൻ്റെ അനന്തരഫലമായി അത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇതേ ആശയത്തോട് ബന്ധപ്പെട്ട് പ്രവാചകനായ ഹോശയ്യ ഇസ്രായേലിനെ നോക്കി പറയുന്നു. ഹോശയ്യയുടെ പുസ്തകം 8-7 അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്യും. ഇസ്രായേൽ ജനത വിതച്ചത് ഒരു കാറ്റായിരുന്നെങ്കിൽ അവർക്ക് കൊയ്യേണ്ടി വന്നത് കൊടുങ്കാറ്റായിരുന്നു. സ്വഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം കാറ്റത്രേ എന്ന് സദൃശ്യവാക്യങ്ങൾ 11-29 നാം കാണുന്നു. ഭൂതകാലത്തിലെ ഇസ്രായേലിൻ്റെ വിഡ്ഢിത്തം അനന്തരഫലങ്ങളുടെ യഥാർത്ഥ കൊടുങ്കാറ്റിൽ കലാശിക്കുകയുണ്ടായി. ഇസ്രായേലിൻ്റെ തുടർന്നുള്ള അവസ്ഥയെപ്പറ്റി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഹോശേയ പ്രവചനം 8-8-9 അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു. അവർ തനിച്ച് നടക്കുന്ന കാട്ടുകഴുതയെപ്പോലെയായി. എന്തൊരു ഗതികേടായി പോയി എന്നോർക്കുക. ചിന്തിക്കാതെയും പ്രാർത്ഥിക്കാതെയും അനന്തര ഭവിഷ്യത്തുകൾ ഓർക്കാതെയും നാം ചെയ്യുന്ന ഭോഷത്തരങ്ങൾ ഒടുവിൽ നമുക്ക് തന്നെ വിനയായിത്തീരുന്നു. എന്നാൽ ഈ ആശയത്തിന് മഹത്തരമായ മറ്റൊരു വശമുണ്ട്. ആത്മാവിലാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ നാം കൊയ്യുന്നത് ഇഹലോകത്തിൽ കിട്ടുന്ന ആത്മീയാനുഗ്രഹങ്ങൾ മാത്രമല്ല, അതിലുപരി നിത്യജീവനെ കൂടെയായിരിക്കും. ആത്മീകരായിരിക്കുന്ന നമ്മുടെ ചിന്ത ആത്മാവിൽ ഉരുത്തിരിഞ്ഞ ചിന്തകളായിരിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികൾ ആത്മനിയോഗത്തിൽ ചെയ്യുന്നതുമായിരിക്കട്ടെ. നമ്മുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. ഇന്ന് നാം ആത്മാവിൽ ചെയ്യുന്നതെന്തും നമ്മുടെ നന്മയ്ക്കും ഗുണത്തിനും ദൈവസഭയുടെ അനുഗ്രഹത്തിനും കാരണമാകുന്നു. The outcome of sowing to the Spirit is reaping the bountiful harvest of everlasting life. ആത്മാവിൽ വിതയ്ക്കുന്നതിൻ്റെ അനന്തരഫലം നിത്യജീവൻ്റെ സമൃദ്ധമായ വിളവെടുപ്പാണ്. Have a blessed day.